Dear students, welcome back to EduMotive. In this video, we will discuss the remaining portions of our chapter Adventures in a Banyan Tree. So in the last video, I have discussed all about the first and second paragraph of the story. So now I will continue the remaining paragraph. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെയും പാരഗ്രാഫിലെ പ്രധാന സംഭവ വികാസങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് അവശേഷിക്കുന്ന പാരഗ്രാഫിലേക്ക് കടക്കാം. സോ വി ഹാവ് ഓൾറെഡി ലേൺഡ് ദാറ്റ് ദ ബോയ് ഫൈനലി മെയ്ഡ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദി സ്ക്യൂറൽ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ പാരഗ്രാഫിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ആ കുട്ടി സ്ക്യൂറലുമായിട്ട് നല്ലൊരു ചങ്ങാത്തം ഉണ്ടാക്കിയെടുത്തു എന്നാണ്. Now you can see that in the coming paragraph what happens in the spring season. In the spring season, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastors, and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. ഈ പാരഗ്രാഫിൽ നമ്മൾ ഒരു സീസണിലേക്ക് കിടക്കുകയാണ്, അതായത് വസന്തകാലം സ്പ്രിംഗ് സീസൺ. ആ സ്പ്രിംഗ് സീസണിൽ നമ്മുടെ ആൽമരവുമായി ബന്ധപ്പെട്ട് ചുറ്റുപാടുമൊക്കെ എങ്ങനെയാണ് ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. അപ്പോൾ ഈ വസന്തകാലഘട്ടം ആകുമ്പോഴേക്കും നമ്മുടെ ആൽമരത്തിൽ കംപ്ലീറ്റ് എന്തായിരിക്കും? റെഡ് ഫിഗ്സ്. ആൽമരത്തിന് മുകളിൽ ഉണ്ടാകുന്ന പഴമാണ് ഫിഗ് എന്നുള്ളത്. ഒരുതരം അത്തിപ്പഴം പോലത്തെ ചുവന്ന ഒരു പഴമാണ്, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടാണ് ഫിഗ്സ് എന്നുള്ളത്. സോ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാണാം ധാരാളം പക്ഷികൾ വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, നമ്മുടെ ബനിയൻ ട്രീയുടെ ശാഖകളിലേക്ക് ചേക്കേറും ഈ ഫിഗ്സ് കഴിക്കാനും മറ്റുമായിട്ട്. ദ റെഡ് ബോട്ടംഡ് ബുൽബുൽ. അപ്പോൾ എങ്ങനെയൊക്കെയുള്ള പക്ഷികളാണ് ഉള്ളത്? ബുൽബുൽ പക്ഷിയുണ്ട്, cheerful and greedy, gossiping rosy pastors, parrots, crows. And what they are doing, ഈ പക്ഷികളൊക്കെ എന്താ അവിടെ ചെയ്യുന്നത്? സ്കാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദി ടൈം. മൊത്തത്തിൽ അവിടെ ഒരു കലഹമാണ്. സ്കാബ്ലിംഗ് മീൻസ് കലഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിവിധ തരത്തിലുള്ള പക്ഷികൾ പഴവും മറ്റും ഭക്ഷിക്കാൻ വേണ്ടി വരികയും അവിടെ മൊത്തത്തിൽ നോയ്സസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറുകയും ചെയ്യും. So this is what the paragraph says. അപ്പോൾ നമുക്ക് you can just imagine how it would like, എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് സങ്കല്പിക്കാം. Now you can see that in the coming paragraph, halfway up the tree I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the bole of the banyan tree with the cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. So usually what are the things the boy did upon the banyan tree? നമ്മുടെ കുട്ടി ആ ബനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് ചെയ്ത കാര്യങ്ങളാണ്. ഈ സമ്മർ വെക്കേഷൻ സമയത്ത് എന്ത് ചെയ്യും? ഹാഫ് വേ അപ്പ് ദി ട്രീ, നമ്മുടെ മരത്തിൻ്റെ ഒരു പകുതി ഭാഗത്ത് ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം. കുട്ടി എന്ത് ചെയ്ത് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം, ഇരിക്കാനും അത്യാവശ്യം വിശ്രമിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെ നിർമ്മിച്ചു. ഓൺ വിച്ച്, ആ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയാണ് ചെയ്യാറ്? അവിടെ വെച്ച് എന്തൊക്കെയാണ് ചെയ്യാറ്? ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദി ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. ഞാൻ പലപ്പോഴും എൻ്റെ
ഉച്ച സമയങ്ങൾ പലപ്പോഴും ചിലവഴിക്കാറ്. വളരെയധികം ഉഷ്ണവും അല്ലെങ്കിൽ ചൂടുമൊന്നും ഇല്ലെങ്കിൽ പലപ്പോഴും ഞാൻ ആഫ്റ്റർനൂൺ സമയം ഈ ബനിയൻ ട്രീയുടെ മുകളിലാണ് ചിലവഴിക്കുക. ദർ ഐ കുഡ് റീഡ്. സോ വാട്ട് ആർ ദി തിങ്സ് ദ ബോയ് ഡിഡ് ദർ? അപ്പോൾ നമ്മുടെ കുട്ടി എന്തൊക്കെയാണ് അവിടെ നിന്ന് ചെയ്യുന്നത്? ഹി വിൽ റീഡ് ബുക്സ്, ഹക്കിൾബറി ഫിൻ, ട്രഷർ ഐലൻഡ്, മൗഗ്ലി, നോവൽസ് എക്സെട്ര. അപ്പം ധാരാളം നോവൽസും മറ്റ് കഥകളും നോവൽസും ഒക്കെ എന്ത് ചെയ്യും? കുട്ടി അവിടെ ഇരുന്ന് വായിക്കും. ആൻഡ് ഓൾസോ ഫോർ ദാറ്റ് പർപ്പസ്, അങ്ങനെ വായിക്കാൻ വേണ്ടി കുട്ടി എന്ത് ചെയ്യും? പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദി ബോൾ ഓഫ് ദി ട്രീ വിത്ത് കുഷൻസ് ടേക്കൺ ഫ്രം ദി ഡ്രോയിങ് റൂം. അപ്പോൾ അവിടെ ഞാൻ നിർമ്മിച്ച പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ വീട്ടിലെ ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന കുഷ്യൻസ് നല്ലപോലെ തലക്ക് പിന്നിൽ വെച്ച് അവിടെ ചാരി ഇരുന്നാണ് കുട്ടി എന്ത് ചെയ്യാറ്? വായിക്കാറ് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാറ്. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up and taking down the washing, at the cook quarreling with the fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. So the boy he's not always reading the books or novels on the banyan tree. When he feel a little bit tired, usually what he just observe the outside world or world beneath him. അപ്പം നമ്മുടെ കുട്ടി അവിടെ എല്ലാ സമയവും വായിക്കാറല്ല. ചില സമയങ്ങളിൽ താഴെയുള്ള ലോകം എന്ന് പറയുമ്പോൾ മരത്തിന് മുകളിലുള്ള സംഭവ വികാസങ്ങൾ എന്ത് ചെയ്യും? സൂക്ഷ്മമായി നിരീക്ഷിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? സമയം ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ആൻഡ് ടേക്കിംഗ് ഡൗൺ ദി വാഷിംഗ്. ഗ്രാൻഡ് മദർ, മുത്തശ്ശി എന്ത് ചെയ്യുന്നുണ്ട്? അലക്കുകയും അലക്കിയ വസ്ത്രങ്ങളും മറ്റുമൊക്കെ കൃത്യമായിട്ട് ഹാങ്ങിങ് ചെയ്യുകയും അല്ലെങ്കിൽ ഹാങ്ങിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുക്ക് എന്താണ് ചെയ്യുന്നത്? പാചകക്കാരി, അവിടെയുള്ള കുക്ക് കാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. നമ്മുടെ കുക്ക് കാറലിംഗ് വിത്ത് ഫ്രൂട്ട് വെൻഡർ, അവിടെയുള്ള പഴം കച്ചവടം ചെയ്യുന്ന ആളുമായിട്ട് തർക്കിക്കുന്നുണ്ടാകും. ഒരു പക്ഷേ വിലയെ സംബന്ധിച്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും തർക്കിക്കുന്നുണ്ടാകുക. ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നതോ ഹീസ് സ്പെൻഡിങ് ഹിസ് ടൈം ഇൻ ദി ഗാർഡനിൽ, അവിടെ ഒരു പൂന്തോപ്പുണ്ട്, അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാൻഡ് ഫാദർ ചിലവഴിക്കുന്നത്. അപ്പം ഗ്രാൻഡ് ഫാദർ അവിടെയുള്ള മാരിഗോൾഡ്, ഒരു തരം സൂര്യകാന്തി പോലത്തെ ഒരു പൂവാണ്. അപ്പോൾ അതുമായിട്ട് കുശലം പറയുകയും ഗ്രംബ്ലിങ്, ഒരു തരം അതൃപ്തിയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് യൂഷ്വലായിട്ട് നടക്കുന്നത്. സോ യൂഷ്വലി നത്തിങ് ഹാപ്പൻഡ്, usually nothing very exciting happened while I was in the banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. So these are the major things the boy usually watch or observe upon the banyan tree. But one particular afternoon, something has happened. Don't you want to know about what happened? അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കുട്ടി ഇതിൽ പറഞ്ഞത്. പക്ഷെ ഒരു ആഫ്റ്റർനൂണിൽ വളരെ വിചിത്രമായ ഒരു സംഭവം നടന്നു. an excitement that made a excitement to the boy. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സംഭവം കുട്ടിക്ക് വളരെയധികം സന്തോഷവും അത്ഭുതവും മനസ്സിൽ നിലനിൽക്കാൻ കാരണമായിട്ടുണ്ട്. സോ I'll read the excited and the most excitement thing in the story. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. So that was a battle between a mongoose and a cobra near in the garden.
അപ്പം നമ്മുടെ താഴെ ബനിയൻ ട്രീയുടെ താഴെയുള്ള ഗാർഡനിൽ വെച്ച് ഒരു മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റാണ് കുട്ടി എന്ത് ചെയ്യുന്നത് കണ്ടത്. ആ ഫൈറ്റിങ്ങും ആ ഫൈറ്റിൻ്റെ ഫലവുമാണ് കുട്ടി എന്ത് ചെയ്തത് കണ്ടത്. സോ ദാറ്റ് വാസ് ദി എക്സൈറ്റ്മെൻറ്റ് ദി ബോയ് got during the summer vacation. Now the boy is just trying to describing the incident in the coming paragraph. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവ വികാസമാണ് കുട്ടി എന്ത് ചെയ്യുന്നത് അടുത്ത പാരഗ്രാഫിൽ വിവരിക്കുന്നത്. It was an April afternoon and the warm breezes of approaching summer had sent everyone, including grandfather, indoors. So the incident is taking place in a summer or an April afternoon. അപ്പോൾ നമ്മുടെ എന്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു ഏപ്രിൽ മാസം ഉച്ച സമയത്താണ്. And the warm breezes of approaching summer had sent everyone, including grandfather, indoors. അപ്പോൾ ഈ ഒരു സമയത്ത് ചൂട് കാറ്റാണ് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും എന്താണ് വീടിൻ്റെ ഉള്ളിലാണ്. ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ എല്ലാ ആളുകളും എന്താണ് വീടിൻ്റെ ഉൾഭാഗത്താണ് കഴിയുന്നത്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of clump of cactus and making for some cooler part of the garden. So the boy is feeling very drowsy. Drowsy means എന്താണ് വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഒരു ഉറക്കച്ചടവുണ്ട്. He was wondering to just go back to get some refreshment. അപ്പോൾ കുട്ടിക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് വീടിൻ്റെ തൊട്ട് പിന്നിൽ ഒരു കുളമുണ്ട്, അവിടെ പോയി കുളിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. ആ ഒരു സമയത്താണ് ഞാൻ കാണുന്നത് നമ്മുടെ ഗാർഡനിൽ അവിടെ എന്താണ് ദർ ഇസ് എ ക്ലംപ് ഓഫ് കാക്ടസ്, വലിയ ഒരു കൂട്ടം കള്ളിമുൾ ചെടിയുണ്ട്. കാക്ടസ് മീൻസ് കള്ളിമുൾ ചെടി. അതിൻ്റെ ഇടയിൽ നിന്ന് അതിൽ നിന്ന് എ ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട്, ഒരു കറുത്ത നല്ല വിഷമുള്ള ഒരു മൂർഖൻ പാമ്പ് പുറത്തേക്ക് മെല്ലെ ഏഞ്ഞു വരികയാണ്. ഗ്ലൈഡിങ് എന്താണ് വഴുതി വരിക, ഗ്ലൈഡിങ് ഔട്ട് സൈഡ് പുറത്തേക്ക് വരികയാണ്. മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദി ഗാർഡൻ. ഒരു പക്ഷേ എന്താണ് നമ്മൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ഒന്ന് കൂളാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. അറ്റ് ദി സെയിം ടൈം എ മംഗൂസ്, ആ ഒരു സമയത്ത് തന്നെയാണ് ഒരു മംഗൂസ്, ഒരു കീരിയും നേർ എതിർവശത്തു നിന്ന് വരുന്നത്. എമർജ്ഡ് ഫ്രം ദി ബുഷസ് ആൻഡ് വെൻറ്റ് സ്ട്രൈറ്റ് ഫോർ ദി കോബ്ര. തൊട്ടടുത്തുള്ള ഒരു ചെറിയ ബുഷസ് കുറ്റിക്കാട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മംഗൂസ് കീരി പുറത്തേക്ക് വരുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻഡ്, they faced each other. നമ്മുടെ കീരിയും പാമ്പും മുഖാമുഖം കണ്ടുമുട്ടി. ഇൻ ദി ബ്രൈറ്റ് സൺഷൈൻ, നല്ല തിളക്കമുള്ള ആ ഒരു ഉച്ച സമയത്ത്. സോ ദിസ് ഈസ് ദി എൻ്റയർ പാരഗ്രാഫ് ഡിസ്ക്രൈബ്സ്. നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. Now you can see in the coming paragraph the fighting between the cobra and the mongoose. I know all of you are very excited to listen the remaining story. I will continue the remaining portion of our chapter in the coming video. So thank you all.